ഇന്ന് ലോക ജലദിനം. അത്യാർത്തിമൂത്ത മനുഷ്യന്റെ കടന്നാക്രമണങ്ങൾ മൂലം അനുദിനം നാശോന്മുഖമാകുന്ന പ്രകൃതി സമ്പത്തിന്റെയും വർദ്ധിതമാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെയും തീരാക്കാഴ്ചകളാണ് പുതിയ കാലത്തിന്റേത്. ഒരു കാലത്ത് പച്ചപ്പിന്റെ പറുദീസയായിരുന്ന അട്ടപ്പാടി കാട്ടുകള്ളന്മാരും ലാഭക്കൊതിയന്മാരും കുറഞ്ഞ കാലം കൊണ്ട് മരുവൽക്കരിക്കപ്പെട്ട ശവഭൂമിയാക്കിയ അട്ടപ്പാടി ഭവാനിയും ശിരുവാണിയും കൊടുങ്കരപ്പള്ളവും പകർന്ന ജലസമൃദ്ധിയിൽ നിന്നും ഹരിതാഭമായിരുന്ന ഭൂമിയെ മരുപ്പുറമ്പാക്കി തീർക്കാൻ ആർത്തിയുടെ കോടാലി കൈകൾക്ക് കുറഞ്ഞ കാലമേ വേണ്ടിവന്നുള്ളൂ. കിഴക്കൻ അട്ടപ്പാടിയിലെ മരങ്ങൾ മലയിറങ്ങി, പുഴയുടെ മടിത്തട്ട് കയറി മണൽ ലോബികൾ കീശ നിറച്ചു, വിവസ്ത്രയായ ഭൂമി വരണ്ടുണങ്ങി. 2 പതിറ്റാണ്ട് മുൻപ് വരെ പള്ളിമുൾച്ചെടികൾ നിറഞ്ഞു നിന്ന കിഴക്കൻ അട്ടപ്പാടി ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ്. വർഷങ്ങളായി വരണ്ടുകിടന്ന കൊടുങ്കരപ്പള്ളത്തിൽ നീരൊഴുക്കു തുടങ്ങി. ഇന്ന് വേനലിലും മുറിയാതെ കൊടുങ്കരപ്പള്ളം ഒഴുകുന്നു. ഊഷരമായ അട്ടപ്പാടിയുടെ മണ്ണുപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയ കർഷകർ തിരിച്ചെത്തി തുടങ്ങി. കൊടുങ്കരപ്പള്ളത്തിലെ നീരൊഴുക്ക് കാർഷിക സ്വപ്നങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകി. വാഴയും ചെണ്ടുമല്ലിയും പച്ചക്കറികളും തരിശുഭൂമികളെ ഹരിതാഭമാക്കി. ജനപങ്കാളിത്ത വികസനങ്ങളുടെ മഹാവിജയമാണ് കിഴക്കൻ അട്ടപ്പാടിയുടെ പുതിയ മുഖം. അട്ടപ്പാടി പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയുടെ കീഴിൽ 100 കണക്കിന് ഉദ്യോഗസ്ഥരും ജനകീയ സമിതികളും വിയർപ്പുകൊണ്ട് നട്ടുനനച്ച 10,000 മരങ്ങൾ, മഴക്കുഴികൾ, തടയണകൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അലച്ചുതല്ലി പെയ്ത് കടലിലേക്ക് ഒഴുകിയിരുന്ന മഴവെള്ളത്തെ ഭൂമിയുടെ ദാഹമകറ്റാൻ പാകപ്പെടുത്തി 1.5 പതിറ്റാണ്ട് നീണ്ട അതിജീവന പോരാട്ടം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യന്റെ അത്യാർത്തി മൂലം മരുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് കിഴക്കൻ അട്ടപ്പാടി. അതിനുശേഷം ഇവിടുത്തെ തന്നെ ജനങ്ങളുടെ കൂട്ടായ്മ മൂലം, അഹാഡ്സിന്റെ പ്രവർത്തനം മൂലം ഇന്ന് പച്ചപ്പിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഈ പ്രദേശത്ത് പണ്ടുകാലത്തെ കിണറുകളെല്ലാം വറ്റി ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഇവിടുന്ന് ശിരുവാണി പുഴയിലേക്ക് നടക്കണ്ട, ഇവിടുന്ന് കിലോമീറ്ററുകളോളം നടന്ന് ശിരുവാണി പുഴയിൽ നിന്നും ഒരു കുടം വെള്ളം കോരിക്കൊണ്ടുവരേണ്ട ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ഇന്നിപ്പോൾ ഇവിടുത്തെ കിണറുകൾ പലതും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥ, ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്നു. 15 വർഷത്തെ അഹാഡ്സിന്റെ പ്രവർത്തനം ഈ കിഴക്കൻ അട്ടപ്പാടിയെ വലിയൊരു കാർഷിക മേഖലയിൽ ഭയങ്കര ഉന്നമനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കിണറുകളെല്ലാം തന്നെ ഇന്ന് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നു. ഇവിടെ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവുമില്ല. അതുപോലെ തന്നെ പല സർക്കാർ സ്ഥാപനങ്ങളുടെയും പഠനത്തിൽ, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളുടെയും പഠനത്തിൽ അട്ടപ്പാടിയിലെ ഗ്രൗണ്ട് വാട്ടറിന്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. 2000-2002 വർഷങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കിഴക്കൻ അട്ടപ്പാടിയിലെ ഭൂജലവിതാനം 32 അടി ഉയർന്നതായി കണ്ടെത്തി. ലോകമെമ്പാടും ഭൂഗർഭജലത്തിന്റെ അളവ് ദിനംപ്രതി കുറയുന്ന സാഹചര്യത്തിൽ അട്ടപ്പാടിയിലെ മാറ്റം ഏറെ ശ്രദ്ധേയമാണ്. ഈ ജലദിനത്തിൽ അട്ടപ്പാടിക്കാർക്കും അഹാഡ്സിനും അഭിമാനിക്കാം. പ്രകൃതി സമ്പത്തിനെ സംരക്ഷിച്ചതിനെ ഓർത്ത് ജലസമ്പത്ത് വർദ്ധിച്ചതോടെ അധിനിവേശക്കാർ പുതിയ വേഷത്തിൽ രംഗത്തെത്തിക്കഴിഞ്ഞു. 6 ഇഷ്ടിക ചൂളകളാണ് ഇന്ന് കിഴക്കൻ അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ ഇഷ്ടിക കളങ്ങളിലേക്ക് മണ്ണ് കടത്തുന്നതിന് നിരോധനമുള്ളതിനാൽ കേരളത്തിൽ തയ്യാറാക്കുന്ന പച്ച ഇഷ്ടികകളാണിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടത്തുന്നത്. ഇഷ്ടിക ചൂളകളുടെ പ്രവർത്തനത്തിനായി വൻതോതിൽ മരങ്ങൾ വെട്ടിയെടുക്കുന്നു. വർദ്ധിച്ച തോതിൽ മണ്ണ് ജലചൂഷണവും നടക്കുന്നു. ഈ അവസ്ഥയ്ക്ക് തടയിട്ടില്ലെങ്കിൽ വീണ്ടും പച്ചപ്പിന്റെ ചെറുതുരത്തിൽ നിന്നും ഊഷരമായ ഭൂതകാലത്തിലേക്ക് കിഴക്കൻ അട്ടപ്പാടി പറിച്ചെറിയപ്പെടും. വരുന്ന ജലദിനങ്ങൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള പദം പറച്ചിലുകളാവാതെ വർത്തമാനകാലത്തിന്റെ നന്മയിൽ മനം കുളിർക്കുന്ന ആത്മാഭിമാനത്തിന്റെ പ്രശംസാവചനങ്ങളാകുവാൻ പ്രകൃതിയുടെ കാവലാളാവുക. പുരാണങ്ങളിലെ സരയൂ നദി മാതിരി 82 കാലഘട്ടങ്ങളിൽ രൂക്ഷമായ വരൾച്ച കാരണം അട്ടപ്പാടിയുടെ ചരിത്രത്തിൽ നിന്ന് വറ്റിപ്പോയ ഒരു ചെറിയ നദിയാണ് ഈ കൊടകരപ്പള്ളം. കൊടകരപ്പള്ളത്തിൽ ആദ്യം ഒരു 10 വർഷം മുമ്പ് മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന മണലിന് വേണ്ടി നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കൊടകരപ്പള്ളം. ജനകീയ സമിതികൾ വഴി ആയിരക്കണക്കിന് തടയണകൾ, 100 കണക്കിന് ചെക്ക് ഡാമുകൾ, അതിനോടൊപ്പം തന്നെ ഈ മലകളിൽ ജനങ്ങളുടെ കൈകൾ കൊണ്ട് നട്ടു വളർത്തിയ മരങ്ങൾ, ആ മരങ്ങൾ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം, ആ ചെക്ക് ഡാമുകൾ അവിടെ ഉള്ളിടത്തോളം കാലം അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇന്ന് കൊടകരപ്പള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ജനപങ്കാളിത്ത വികസനത്തിൽ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ വിജയമാണെന്ന് കരുതിക്കൊണ്ട് പ്രകൃതി കയ്യൊപ്പിട്ട് നൽകിയിരുന്ന സാക്ഷ്യപത്രം തന്നെയാണ് ഈ കൊടകരപ്പള്ളത്തിലെ. എന്നാൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ഭാരതപ്പുഴ പോലെയുള്ള നമ്മുടെ വൈകാരികമായ പുഴകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുമ്പോഴും
ഈ മണലാരണ്യത്തിൽ ഈ മരുഭൂമിയിൽ കിഴക്കനട്ടപ്പടി ഏകദേശം 900 മില്ലിമീറ്റർ മാത്രം മഴ ലഭിക്കുന്ന ഈ വരണ്ട പ്രദേശത്ത് ഈ കൊടും വേനലിലും ഈ കൊടകരപ്പള്ളം ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ അത് ജനപങ്കാളിത്ത വികസനത്തിൽ പരിസ്ഥിതിയെ നശിപ്പിക്കാൻ മാത്രമല്ല പരിസ്ഥിതിയെ പുനഃസൃഷ്ടിക്കാനും അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. പക്ഷേ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നാളെ എങ്ങനെയാകണമെന്നറിയില്ല. ഈ തുടർ പ്രവർത്തനങ്ങൾ സാധ്യമായില്ലെങ്കിൽ ഈ നീരൊഴുക്ക് നാളെ നിൽക്കും. നമ്മുടെ ഭാവി തലമുറയെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ നീരൊഴുക്ക് സ്വാഭാവികമായി നിലനിർത്തേണ്ടതും ഓരോ വർഷവും നീരൊഴുക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതും അങ്ങനെ സമ്പൽ സമൃദ്ധമായ ഒരു അട്ടപ്പാടിയെ സൃഷ്ടിക്കേണ്ടത് ഓരോരുത്തരുടെ കടമയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പാക്കേജുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.